ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിക്കും ബി.ജെ.പിയുടെ പ്രതിനിധിക്കും ഒരേ അഭിപ്രായമാണെന്ന്. ഈ കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയാ. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് കൗണ്ടിംഗ് പോയിന്റിൽ തന്നെ മലപ്പുറത്തും കോഴിക്കോടും ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ട്. കാലിൽ വടിവാള് കെട്ടിവച്ചുകൊണ്ട് ആക്രമണ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിലുണ്ട്. അഡ്വക്കേറ്റ് അബിൻ വർക്കിയും അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവും പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഈ സമീപനം തന്നെ തുടരണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് നിങ്ങൾ വിലയിരുത്തിയ ദിവസമാണ്. അങ്ങനെ തന്നെ തുടരണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുകയുള്ളൂ എന്നവർ രണ്ടുപേരും പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമല്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോ അഗളിയില് നിങ്ങളുടെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഞാനും അരുൺകുമാറും തന്നെയാണെന്ന് തോന്നുന്നു ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. തട്ടിക്കളയുമെന്നാണ് നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറി ആ സമയത്ത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത്. ഓഡിയോ സന്ദേശം അടക്കം പുറത്തു വന്നതാണ്. ഈ നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അക്രമാസക്തമായ ഒരു രാഷ്ട്രീയത്തിന് ജനം എത്ര കാലം വോട്ട് കുത്തിക്കൊടുക്കും? ഇവിടെ താങ്കൾ സൂചിപ്പിച്ചു ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിക്കും ബി.ജെ.പിയുടെ പ്രതിനിധിക്കും ഒരേ അഭിപ്രായമാണെന്ന്. ഈ കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയാ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭൂതം ഭാവി വർത്തമാനമൊക്കെ എടുത്തു നോക്കി. ഇവരൊറ്റക്കെട്ടായിട്ട് നിന്നതിന്റെ ഭാഗമായി ഞാൻ ആദ്യം കുറെ വോട്ട് കണക്കൊക്കെ പറഞ്ഞല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അടക്കം ലോകസഭയിൽ നിന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 38,474 വോട്ട് ഞങ്ങൾക്ക് കൂടിയതും ഇവരുടെ വോട്ടിന്റെ അങ്ങോട്ടുള്ള ഏറ്റക്കുറച്ചിലുകളെല്ലാം ഞാൻ കണക്ക് രൂപത്തിൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരേ അഭിപ്രായമാണ് എന്നതിൽ അത്ഭുതമൊന്നുമില്ല. പിന്നെ ഞാൻ എന്താണ് ചർച്ചയുടെ ഭാഗമായി പറഞ്ഞത്? ഒരു ആക്രമണമില്ലാത്ത സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് ജയിച്ചവർ തോറ്റ ഞങ്ങളെ ആക്രമിക്കാൻ വന്നു. ആ ഒരു സാഹചര്യത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, പ്രൈവറ്റ് ഡിഫൻസ്. ചുമ്മാ നനച്ചിരിക്കാതെ വരുമ്പോൾ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ തടഞ്ഞിട്ടുണ്ട്. അതാണ് പ്രൈവറ്റ് ഡിഫൻസ്. അതിനുശേഷം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത് ഏതെങ്കിലും നേതൃത്വത്തിന്റെ ആഹ്വാനത്തോടെയോ പ്രഖ്യാപനത്തോടെയോ ഡയറക്ഷന്റെയോ ഭാഗമായിട്ടല്ല എന്നാ ഞാൻ പറഞ്ഞത്. മൂന്ന് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, സെൽഫ് ഡിഫൻസ്. രണ്ട്, അതിനുശേഷം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രതികരണം. അത് ഏതെങ്കിലും നേതൃത്വത്തിന്റെ ഭാഗമായിട്ടല്ല, അത് ഓരോ പ്രാദേശികമായിട്ട് നടന്ന വിഷയമാണ്. അത് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ പരിശോധിക്കും. കേസുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്. ഞങ്ങൾ തന്നെ തിരുത്തിയിട്ടുണ്ട്, പരിശോധിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്ന് വെട്ടിയെടുത്തു. അഭിഭാഷകൻ സെൽഫ് ഡിഫൻസിനെ ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ല, ഇത് ശരിയല്ല. ഞാൻ പറയട്ടെ, ഇത് എന്റെ സമയമല്ലേ, ഇത് മര്യാദകേട് കാണിക്കരുത്, അല്ലെങ്കിൽ ഇത്തരം ചർച്ചയ്ക്ക് വിളിക്കരുത്. ഞാൻ പറഞ്ഞ് തീർക്കട്ടെ. ഇവർ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ കേട്ടിരുന്നു, അങ്ങ് ഇടപെട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ആ സെൽഫ് ഡിഫൻസിനെ മാത്രം ഇവർ അടർത്തിയെടുത്തു. സ്പോണ്ടേനിയസ് ആയിട്ട് പ്രാദേശികമായിട്ട് നടന്ന റിയാക്ഷൻ മാറ്റി. അതിനുശേഷം ഇത് നേതൃത്വത്തിന്റെ ഒന്നും ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടല്ല എന്നുള്ളതും മാറ്റി. താങ്കളും ഇടപെട്ടില്ല. അതിനുശേഷം എന്താ, ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ലീഗിന്റെ നേതാവ് എല്ലാ കൊലക്കത്തി അല്ലെങ്കിൽ കൊലവിളി നടത്തുമ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോ എന്താ കോൺഗ്രസിന്റെ പ്രതിനിധി കിടത്തിയ വൈകാരികത എന്താണ്? ബാക്കി എല്ലാവരും തീർത്ത് കളയുന്ന പറഞ്ഞത്. ആയിക്കോട്ടെ, ഇവർക്ക് അഹങ്കരിക്കാനുള്ള ഒരു അവസരം ഉണ്ട്. ഇപ്പൊ ജയിച്ച ഒരാഴ്ച ഇവർ ചെയ്തോട്ടെ, 2 ആഴ്ച ഇവർ ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞ ഒരു കണക്കുകളുടെ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലില്ലേ? 110 മണ്ഡലത്തിൽ ലീഡ് ചെയ്തവരാ 80 മണ്ഡലമായപ്പോ ഈ അഹങ്കാരം കാണിക്കുന്നത്. ഇത് അഖിലേന്ത്യാ നേതാവ്, AICC നേതാവ്, KPCC നേതാവ്, എല്ലാവരുടെയും അഹങ്കാരം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇത് അവർ ചെയ്തോട്ടെ, എത്ര അറ്റം വരെ പൊക്കോട്ടെ, ഞങ്ങൾ തീർന്നതായിട്ട് അവർ വിലയിരുത്തിക്കോട്ടെ. ഇടതുപക്ഷത്തിന് ഇനി ഒറ്റ സീറ്റ് ഇല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇല്ല എന്ന് അവർ മുദ്ര വെച്ച് വിലയിരുത്തിക്കോട്ടെ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇത് പരിശോധിച്ച് കുറവുകൾ പരിഹരിക്കാനും എന്ത് കുറവാണ് പറ്റിയത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കേരളം മുഴുവനും കണ്ട ദൃശ്യങ്ങളാണ്. അങ്ങനെ എനിക്ക് ഏതോ ഒരു വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഈ ചർച്ചയ്ക്ക് മുൻപാകെ അത് ഓണറിൽ കൊടുക്കാമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ വേഗം നിർവഹിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്കത് കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നു. രണ്ടാമത്തെ കാര്യം, അടുത്തൊരു അബിൻ വർക്ക് പറഞ്ഞൊരു കാര്യം, വീടിന്റെ പിൻവാതിലിനടുത്ത് പൈപ്പിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് വടിവാളും എടുത്ത് ചുവന്ന കൈലിയും തലക്കെട്ടുമായിട്ട് ഒരാൾ വരികയാണ്. അതിൽ എന്ത് സെൽഫ് ഡിഫൻസ്? ഞാൻ പറഞ്ഞത് ബൂത്തിലടക്കം ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് കൗണ്ടിംഗ് പോയിന്റിൽ തന്നെ മലപ്പുറത്തും കോഴിക്കോടും ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ട്. കാലിൽ വടിവാള് കെട്ടിവച്ചുകൊണ്ട് ആക്രമണ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിലുണ്ട്. അത്തരത്തിൽ പെട്ടെന്നുള്ള ആക്രമണത്തെ അവിടെ തന്നെ ചെറുത്തിട്ടുണ്ട്. അവിടെ തന്നെ ചെറുത്തതിനെയാണ് സെൽഫ് ഡിഫൻസ് എന്ന് സൂചിപ്പിച്ചത്. അതിനുശേഷം ഒരു അക്രമവും ഇല്ലാത്ത പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോഴേക്കും ആ വിജയിച്ചവരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രതികരണം പ്രാദേശികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അവ ഞങ്ങൾ പരിശോധിക്കും. കാരണം അത് ഒരു നേതൃത്വത്തിന്റെയും ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടല്ല, ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഓർഡറിന്റെ ഭാഗമായിട്ടല്ല. ഇതൊക്കെ ചോദിക്കാനും പരിശോധിക്കാനുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട്. അത് പരിശോധിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയും ഞങ്ങൾ പരിശോധിക്കും. ഇതെല്ലാം ഇതിലും വലിയ പരാജയം ഉണ്ടായിട്ട് ഞങ്ങൾ ഭിത്തിയിലേക്ക് എറിഞ്ഞ റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ തിരിച്ചു വന്നതല്ലേ? ഞാൻ അങ്ങോട്ട് വളരെ സ്ട്രൈറ്റ് ആയ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അങ്ങ് അതിന് മറുപടി പറയുന്നില്ല. ബൂത്തിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നില്ലല്ലോ അദ്ദേഹം. വീടിന്റെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന എത്ര കംഫർട്ടബിൾ ആയിട്ടാണ്, ആ ഇടത്തേക്കാണ് ഒരു അക്രമി വന്ന് കയറുന്നത്.
അയാൾ ധരിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ അടയാളങ്ങളാണ്. നിങ്ങൾ അഭിമാനമെന്ന് നിങ്ങളുടെ നെഞ്ചിൽ കൊത്തിവെച്ചിരിക്കുന്ന നിങ്ങളുടെ പാർട്ടി ചിഹ്നം ധരിച്ചുകൊണ്ടാണ് ആ അക്രമി വാളുയർത്തി നിൽക്കുന്നത്. അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചിത്രം എത്ര ഡാമേജിംഗ് ആണ്. അല്ല, അതിപ്പോ മുഖംമൂടി വെച്ചു വന്ന് ആക്രമിച്ചു എന്നല്ലല്ലോ പറയുന്നത്. CPM-ന്റെ പ്രവർത്തകരെ പൈശാചികമായിട്ട് ഇപ്പൊ ഈ ഷിഹാബുദ്ദീൻ പറഞ്ഞ വാചകം എന്താ? ഷിഹാബുദ്ദീൻ പറഞ്ഞ കൊലവിളി പ്രസംഗം നമ്മൾ കേട്ടല്ലോ. അങ്ങനെ നിരവധി ഷിഹാബുദ്ദീൻമാർ ഈ കഴിഞ്ഞ 13-ാം തീയതി ഉച്ചയോടുകൂടി തല ഉയർത്തി നിന്നിട്ടുണ്ട്. അത്തരത്തിൽ വരുമ്പോൾ പ്രാദേശികമായി ഒരു സംഘർഷമില്ലാത്ത മേഖലയിൽ സംഘർഷമുണ്ടാക്കി രക്ഷപ്പെട്ടവരുണ്ട്. അപ്പോൾ വരുമ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങ് എത്ര വീണ്ടും ചോദിച്ചാലും ഞാൻ പറഞ്ഞ മറുപടി താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. പിന്നെ CPM-നെതിരെ കിട്ടിയ ഒരു ആയുധമാണല്ലോ പരമാവധി പൊലിപ്പിക്കുക എന്നാണല്ലോ നിങ്ങളുടെ തൊഴിൽ. അതനുസരിച്ച് നിങ്ങളുടെ തൊഴിൽ ചെയ്തോളുക. ഞങ്ങൾ അത് കൃത്യമായിട്ട് പരിശോധിക്കും. കുറവുകളുണ്ടെങ്കിൽ തിരുത്തും, കുറവുകളുണ്ടെങ്കിൽ തിരുത്തും. അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുണ്ടായ സംഭവങ്ങൾ അത് ജനങ്ങളെ അതല്ല തൊഴിൽ എന്ന ഉറച്ച ആത്മവിശ്വാസം എനിക്കുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അതല്ല തൊഴിലെന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. ആ നിലയ്ക്കൊന്നും അങ്ങ് ചാപ്പ കുത്തി പോകല്ലേ. ഈ ചർച്ചയിൽ തന്നെ ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങയോടും ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അഡ്വക്കേറ്റ് അബിൻ വർക്കിയോടും ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ചാപ്പ കുത്താനുള്ള ഒരു അടിത്തറയും അങ്ങേക്ക് ഈ ചർച്ചയിൽ നിന്ന് ഉന്നയിക്കാൻ കഴിയില്ല, ആ നിലയ്ക്ക് പോകാൻ കഴിയില്ല. ഓക്കെ, ഞാൻ എങ്ങനെയൊക്കെ വരാം. അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഇതിപ്പോ ഒരു പ്രത്യേക ചർച്ച എടുത്തിട്ടല്ലോ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഒരു ചർച്ചയിലും ഒരവസരവും ഞാൻ തരില്ല, ഒരവസരവും തരില്ല. എനിക്ക് ഈ പണിയെടുക്കുന്നതിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. അഡ്വക്കേറ്റ് നിരവധി അവസരങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. നിരവധി അവസരങ്ങൾ ഞങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമികമായിട്ടുള്ള അവലോകനം നടത്തിയതിനു ശേഷം ചൂണ്ടിക്കാണിച്ചു. പത്രക്കാരെ വിളിച്ചു പറഞ്ഞല്ലോ, 2 തവണ പത്രസമ്മേളനം നടത്തി പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ താഴെ ഘടകങ്ങളിലൊക്കെ പരിശോധിക്കും, അവിടെ നിന്നുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അവലോകന റിപ്പോർട്ട്, റിവ്യൂ റിപ്പോർട്ട് ഞങ്ങൾ തയ്യാറാക്കും. അതും ജനങ്ങളോട് ഞങ്ങൾ പറയും. അതിൽ ഇതെല്ലാം കൂടെ ഈ എന്ന് പറയാൻ ഞാൻ ഈ ഇടം ഉപയോഗിക്കുന്നു. അടുത്ത അഭിനന്ദർക്ക് ഇന്നിപ്പോ പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വോട്ടിന്റെ കണക്കകം അടക്കം പറഞ്ഞുകൊണ്ട് കൃത്യമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ 2020 LDF-നുള്ള സീറ്റ് 52, BJP-ക്കുള്ളത് 35, UDF-നുള്ളത് 10. BJP-യുടെയും UDF-ന്റെയും സീറ്റുകൾ കൂട്ടിക്കെട്ടിയാലും 45. ഇത്തവണ BJP-ക്ക് 50. ഇത്തവണ BJP-ക്ക് മാത്രം 50. നേരത്തെ ഉണ്ടായിരുന്ന 52-ൽ നിന്ന് LDF-ന് 29. ഈ കണക്ക് എങ്ങനെ ശരിയാകും? എന്തന്തർധാര കൊണ്ടും, അതായത് മുഴുവൻ ഉണ്ടായിരുന്ന ജനകീയ അടിത്തറയും കൂട്ടിക്കെട്ടിയാലും തീരാത്തത്ര വലിയ വിജയമാണ് BJP-ക്ക് ഇവിടെ നിന്ന് മാത്രം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ സീറ്റുകളിൽ വർധനയുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വോട്ട് ഷിഫ്റ്റ് എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ളത് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ പോലും മനസ്സിലാവുന്നതാണെന്ന് തോന്നുന്നു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക്. ഞാൻ പറയാമെന്നത് അതായിരുന്നു. കാരണം ഈ ശ്രീ അരുൺകുമാർ ഇവിടെ കോൺഗ്രസിൻ്റെ വോട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് പോയത് എന്ന് പറയുമ്പോൾ, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ ഇരട്ടി സീറ്റ് ആക്കുകയും ചെയ്തു. BJP 35-ൽ നിന്ന് ഭരണം പിടിക്കുകയും ചെയ്തു. CPM ഭരണത്തിൽ നിന്ന് 29 സീറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ആരുടെ വോട്ട് എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് CPM-ന്റെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കാതെ പൊതുസമൂഹം അവരുടെ യുക്തിക്ക് തീരുമാനിച്ചാൽ ആരുടെ വോട്ടാണ് പോയതെന്ന് മനസ്സിലാവും. പിന്നെ ഇത് മാത്രമല്ല, BJP-ക്ക് വോട്ട് ചെയ്യുന്നതും CPM-ന് വോട്ട് ചെയ്യുന്നതും ഒരുപോലെയാണ് കേരളത്തിൽ എന്നുള്ളത് നിരവധി സംഭവങ്ങളിൽ നിന്ന് മനസ്സിലായതാണ്. അതുകൊണ്ടാണ് AISF-ന്റെ നേതാവ് തന്നെ പറഞ്ഞല്ലോ, SFI-ക്കാരെ സമരം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം മുണ്ട് പൊക്കി കൊടുക്കുമ്പോൾ അടിയിലുള്ള കാവി കളസം ജനം കാണുമെന്ന് പറയുന്നത് ഞങ്ങളല്ലല്ലോ, തോളിൽ കൈയിടുന്ന CPI-കാരൻ തന്നെയല്ലേ പറഞ്ഞത്. അതുമാത്രമല്ല, PM ശ്രീ പദ്ധതി ഉൾപ്പെടെ ലേബർ കോഡ് ഉൾപ്പെടെ ഇവരുടെ നയം എന്തായിരുന്നു എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാര എന്താണ് എന്നുള്ളത് കേരളം തിരിച്ചറിഞ്ഞതാണ്. പിന്നെ ഇവിടെ ഇപ്പോഴും പറയുന്നു സെൽഫ് ഡിഫൻസ് ഒന്നും ഇനി ഞാൻ പറയുന്നില്ല, കാരണം കുന്നോത്തുപറമ്പ് എന്ന പ്രദേശം, അതായത് TP ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പ്രതികൾ ഒളിച്ചിരുന്ന പാർട്ടി ഗ്രാമമായ കുന്നോത്തുപറമ്പ് എന്ന പ്രദേശത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും അങ്ങോട്ട് അക്രമം കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ പൊതുസമൂഹം അല്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ള ആളുകൾ അതൊക്കെ വിശ്വസിക്കുമെന്ന് ഓർത്താണോ പറയുന്നത്? അപ്പം നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. കാരണം സെൽഫ് ഡിഫൻസിനെ വരെ ഇന്ത്യൻ ഭരണഘടനയും അതായത് IPC-യും BNS-നെയും വരെ വക്രീകരിക്കുന്ന ശ്രീ അരുൺകുമാർ സെൽഫ് ഡിഫൻസിനെ വക്രീകരിച്ചത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വെള്ളം വെച്ച് ആക്രമിക്കാൻ ചെന്നതുകൊണ്ടാണ് വടിവാൾ വെച്ച് കാണിച്ച് ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾ അയക്കും. എനിക്ക് ഒരു പോയിന്റ് ചേർക്കാനുള്ളത്, ഇവിടെ BJP-യുടെ പ്രതിനിധി പലകുറി പറയുന്നുണ്ട്, അതായത് BJP വലിയ മികച്ച വിജയമാണ്, അവർ ഏറ്റവും വലിയ വിജയമാണ്. സത്യത്തിൽ അതെന്താണ് സംഭവിച്ചത്? ഞാൻ ആദ്യം അത് പറയാൻ വന്നത് ആ കണക്ക് വേണം. അതായത് BJP ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അത് നിങ്ങൾ 3 കണക്കെടുക്കണം. ഒന്ന്, BJP-ക്ക് ഉണ്ടായ സീറ്റ് വർധനവിൻ്റെ കണക്കെടുക്കണം. 2010-ൽ BJP-ക്ക് ഉണ്ടായിരുന്നത് 480 സീറ്റാണ്. 2015 ആയപ്പോൾ അത് 720 സീറ്റ് കൂടി 1200 ആയി. 2020 ആയപ്പോൾ അത് 450 സീറ്റ് കൂടി 1680 ആയി. പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റ് വർധനമാണ് ഈ പ്രാവശ്യം ഉണ്ടായത്. കേവലം 280 സീറ്റ് വർധനവ്, അതായത് 300-ൽ താഴെ സീറ്റ് വർധനവ് മാത്രമാണ് BJP-ക്ക് ഉണ്ടായിരിക്കുന്നത്. 2, നിങ്ങൾ പെർസെൻറ്റേജ് ഓഫ് വോട്ട് ഷെയർ നോക്കണം.
ഏത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിനേക്കാളും 2% വോട്ട് വർധനവ് BJPക്ക് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 6%, 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 8%, 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 10%, 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 14%, 2019 2020 15% വീതം വെച്ചു. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 2.5% വോട്ട് കുറവാണ് BJPക്ക് ഈ തവണ ഉണ്ടായത്. അതായത് കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19.4% വോട്ട് കിട്ടിയ BJP ഈ തവണ 17% കൂപ്പുകുത്തി എന്നുള്ളത് അറിയാം. സ്ട്രൈക്ക് റേറ്റ് എടുത്തു നോക്കുക. കേരളത്തിൽ വെറും 9% സ്ട്രൈക്ക് റേറ്റ് മാത്രമുള്ള പാർട്ടിയാണ് BJP. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ BJP ഏത് BJP ആണ് മത്സരിച്ചത്? കഴിഞ്ഞ കാലഘട്ടത്തെ പോലെയല്ല. അമിത്ഷാ ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം, 2 കേന്ദ്രമന്ത്രിമാർ നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതും മാത്രമല്ല ഒരു മൾട്ടി ബില്യണറായ സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടാണ് ഇപ്പൊ പറയുന്നുണ്ട് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി കിട്ടി, പാലക്കാട് മുനിസിപ്പാലിറ്റി കയ്യിൽ നിന്ന് പോയെന്നേ, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടമായി, പന്തളം മുനിസിപ്പാലിറ്റിയിൽ 3-ാം സ്ഥാനത്തായിട്ട് പോയി, കട്ടപ്പന ഉണ്ടായിരുന്ന 3 സീറ്റുകൾ പോയി, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കിട്ടുമെന്ന് പറഞ്ഞു, അവിടെ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല 4 പോയി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഒരു കാര്യം കൂടെ പരിശോധിച്ചു. തൃശ്ശൂരാണല്ലോ ഇപ്പൊ വലിയ വർഗീയ ധ്രുവീകരണം, ന്യൂനപക്ഷ വോട്ടുകൾ എന്നൊക്കെ പറഞ്ഞല്ലോ. മധ്യ കേരളത്തിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉള്ളിടത്തും ഒക്കെ കിട്ടിയല്ലോ, ഇവിടെ ഹിന്ദുക്കൾ ഉള്ളിടത്തും കോൺഗ്രസിന് കിട്ടിയല്ലോ. തൃശ്ശൂരിൽ നിങ്ങളുടെ MP ആണല്ലോ ഉള്ളത്. ആ MP ഉള്ള സ്ഥലത്ത് ഉണ്ടായിരുന്ന ആവണിശ്ശേരി പഞ്ചായത്ത് പോയില്ലേ? കോർപ്പറേഷനിൽ എന്തെങ്കിലും മികവുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? തൃശ്ശൂർ ജില്ലയിൽ തന്നെ എന്തെങ്കിലും മികവുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ അതിന്റെ കാരണം ഇവർ ഈ പറയുന്നതിന്റെ അത്രയും ഹൈപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കണക്ക് നോക്കിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് BJPക്ക് ഉണ്ടായത്. അതിന്റെ കാരണം എന്നുള്ളത് തന്നെയാണ്. പിണറായി വിജയൻ വോട്ട് ചെയ്താൽ BJPക്കാണ്. ഇത് അറിയാവുന്നതുകൊണ്ടാണ്. ഓക്കെ, ശരി. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, തൃശ്ശൂര് നിങ്ങളുടെ MP ഉണ്ടായതിനു ശേഷം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അടക്കം അവിടെ വലിയ തോതിൽ പ്രചാരണത്തിലും മത്സരത്തിലും ഒക്കെ സജീവമായിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷനിലെ 8 വാർഡുകൾ, അതിനപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ വാർഡ് നിങ്ങൾക്ക് അവകാശപ്പെടാനില്ലാത്ത നിലയ്ക്ക് നിങ്ങളങ്ങ് എടുത്ത തൃശ്ശൂരിൽ എന്തുകൊണ്ട്? ഞാൻ ആദ്യം അബിൻ വർക്കി പറഞ്ഞിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അബിൻ വർക്കി പറഞ്ഞ അഭിപ്രായത്തോട് മറുപടി പറഞ്ഞിട്ട് മാധുരിനോട് മറുപടി തരാം. അദ്ദേഹം പറഞ്ഞു 2 MP-മാർ, രണ്ട് കേന്ദ്രമന്ത്രിമാർ മുന്നോട്ട് നയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. നോക്കൂ, നിങ്ങളുടെ 4 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ 2015 തകർന്ന തരിപ്പണമായി പോയത് ഈ കേരളത്തിനകത്ത്. അതിനുശേഷം നിങ്ങൾ 19 MP-മാരുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ 2ാം തവണയും CPM-ന്റെ മുമ്പിൽ പകച്ചു പോയത് നിയമസഭയ്ക്കകത്ത്. അപ്പോൾ രാഷ്ട്രീയത്തിനകത്ത് നിയമസഭയും ലോകസഭയും നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വേറെയാണെന്ന് അങ്ങേക്ക് ബോധ്യമില്ലാത്തതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് രാഷ്ട്രീയ രംഗത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ലോ. രണ്ടാമത്തെ കാര്യം, മാധു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി തന്നെ പറയട്ടെ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് വരുന്ന സമയത്ത് പണ്ടും ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 1 മുതൽ 10 വരെയുള്ള വോട്ടുകൾക്ക് പരാജയപ്പെട്ട 600ഓളം സീറ്റുകളുണ്ട് മാധു. ഒരുപക്ഷെ അതിനായിട്ട് കൂടുതലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ഥലത്തൊക്കെ ഇവർ കാണിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ സ്വന്തം പഞ്ചായത്തിനകത്ത് 509 വോട്ട് കിട്ടിയ സ്ഥലത്ത് കോൺഗ്രസ് കാപ്പി വോട്ടാണ് അവർ കിട്ടിയത്. എല്ലാം കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് 550 വോട്ട് കിട്ടിയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ 470 വോട്ട് കിട്ടി ജയിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ കൂടുതൽ പിടിച്ചിട്ട് പോലും ജയിക്കാൻ സാധിക്കാത്ത ഇവർ 2 പേരും ഒന്ന് സഹകരിച്ച് നിന്ന് കൊടുത്തു. ശരിയാണ്, BJPയുടെ താമര വിരിയണ്ട എന്നുള്ള രാഷ്ട്രീയ അജണ്ടയുള്ള 2 പാർട്ടിക്കാരാണ്. അവർ അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഞങ്ങളത് നടപ്പായിട്ട് പോകാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വോട്ടിൻ്റെ വിജയിച്ചവരുടെ എണ്ണത്തിനകത്ത് വന്നിട്ടുള്ള ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ വളർച്ച കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഠനം, ഞങ്ങളുടെ ഇന്റേണൽ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ സംഘടന പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കത് കൃത്യമായി ബോധ്യമുണ്ട്. എന്താ കാരണമെന്നുള്ളത് 1 മുതൽ 10 വരെയുള്ള വോട്ടുകൾക്ക് പരാജയപ്പെട്ട നിരവധി സ്ഥലങ്ങളുണ്ട്. അത് ഇവർ തമ്മിലുള്ള ഒരു സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അവരുടെ രാഷ്ട്രീയന്മാർ നടപ്പിലാക്കിയോട്ടെ, കുഴപ്പമില്ല, അതിനെ കവർ ചെയ്യുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കം ഞങ്ങൾ കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ നിയമസഭയിലേക്കുള്ള ചൂണ്ടുപലക തന്നെയാണ്. തൃശ്ശൂരിനകത്തും ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ 6 സീറ്റാണ് ഉണ്ടായിരുന്നത്, 8 സീറ്റായിട്ടുണ്ട്. അവിടെ നടപ്പിലാക്കിയിട്ട് അവിടെ ഇടതുപക്ഷം 11 സീറ്റിലേക്കാണ്, 12 സീറ്റിലേക്കാണ് തകർന്നടിഞ്ഞ് പോയത്. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അവണിശ്ശേരിയിൽ അബിൻ വർക്കി പറഞ്ഞ പോലെ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. 7-7 അബിൻ വർക്കി നമ്മൾ അവണിശ്ശേരിയിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ പാർലം പഞ്ചായത്ത് അബിൻശ്ശേരി എന്തുകൊണ്ട് കണ്ടില്ല? അതേപോലെ തന്നെ വല്ലച്ചർ പഞ്ചായത്ത് എന്തുകൊണ്ട് കണ്ടില്ല? അതേപോലെ യാതൊരു തരത്തിലുള്ള സഖ്യസാധ്യതയുമില്ലാതെ ഇടമായി നിൽക്കുകയാണ്. ഒരു സഖ്യസാധ്യതയുമില്ലാത്ത ഒരു, അതായത് ഒരു ഭരണകൂടം നിർമ്മിക്കുന്നതിനുള്ള ഒരു സഖ്യസാധ്യതയുമില്ലാത്ത മണ്ഡലങ്ങളും ഏറെയാണ്, പഞ്ചായത്തുകളടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ ഏറെയാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ബാക്കി പത്രമാണ്. അല്ല, തൃശ്ശൂരിനകത്ത് ചാലക്കുടി മുതൽ തിരുവല്ലാമല വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുണ്ട് മാധു. ഞങ്ങൾ അക്കൗണ്ട് തുറക്കാത്ത പല സ്ഥലങ്ങളിൽ ഞങ്ങൾ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അവണൂർ പോലെയുള്ള, കോലഴി പോലെയുള്ള നിരവധി പഞ്ചായത്തുകൾ അതിന് ഉദാഹരണമാണെന്ന്. ശരി. അല്ല, അതിലൊന്നും തർക്കമില്ല. നിങ്ങൾക്ക് പലയിടങ്ങളിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ വോട്ട് ശതമാനത്തിന്റെ കാര്യം അഡ്വക്കേറ്റ് അബിൻ വർക്കി ചൂണ്ടിക്കാണിച്ചത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനടക്കം അത്
സ്ഥിരീകരിക്കുന്നുമുണ്ട്. ശരി, പക്ഷേ ഇതാ നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്. സീറ്റുകളുടെ എണ്ണം, വോട്ടുകളുടെ ശതമാനം, ഈ നിലയ്ക്കാണ് ചർച്ച